അസ്സലാമലൈക്കും. വലൈക്കുസ്സലാം വറഹ്മത്തുള്ളാഹി. ഇന്നെന്താ താമസിച്ചാണോ വന്നത്? താമസിച്ചു പോയി, പറയണ്ട. ഫയലൊക്കെ ഉണ്ടല്ലോ. എന്താ പറയാ, ഇത് കോൺട്രാക്ട് വേണ്ടി പോയതാ. അതുപോലെ ഭയങ്കര തിരക്കായിരുന്നു. പറയണ്ട, ഒരു സുഖം ഇല്ലാത്ത ദിവസമായിരുന്നു ഇന്ന്. കോൺട്രാക്ട് ചെയ്യാൻ പോയിട്ട് അത് ശരിയായതുമില്ല. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നോക്കണം. പാടെ മൈൻഡിനൊരു അസ്വസ്ഥത. 2-3 ദിവസം ഡ്യൂട്ടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പാടെ വല്ലാതെ ഇതാ. നമുക്കൊന്ന് പുറത്ത് പോയാലോ, മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആയിട്ട്. നാളെ എന്തായാലും ഓഫല്ലേ, പിന്നെ നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരായിരുന്നു. ഇൻഷാ അല്ലാഹ് പുറത്ത് പോയാലോ. നമുക്ക് നിസ്കരിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നല്ല തിരക്കായിരുന്നു. അന്നേരം നിസ്കരിക്കാനും സമയം കിട്ടിയില്ല. ഫ്രഷൊക്കെ നിസ്കരിച്ചിട്ടൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പുറത്ത് പോവാം. ഈ നമ്മുടെ ജോലിയുടെ തിരക്കിന്റെ ഇടയിൽ നിസ്കാരത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ശ്രദ്ധിക്കണം. നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത് നിസ്കാരത്തിലാണ്. നിസ്കാരം ആണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർബന്ധമായ ഒരു കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കരിക്കുമ്പോൾ അത് 5 നേരം തന്നെ കറക്റ്റായ അതിന്റെ വക്കത്തിൽ തന്നെ നിസ്കരിക്കാൻ നമ്മൾ നിർബന്ധം കാണിക്കുമ്പോൾ പടച്ചവന് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നിർബന്ധം കാണിക്കും. മനസ്സിലായോ? അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം കിട്ടുന്നതെന്നാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും അള്ളാഹുവിനെ കൂടുതലായി സ്മരിക്കപ്പെടുന്നത് നിസ്കാരത്തിലാണ്. അള്ളാഹുവായിട്ടുള്ള സംസാരം എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, മുനാജാത്ത് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് നിസ്കാരത്തിന് നമ്മൾ കൊടുക്കണം. നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ നിൽക്കാതെ നിസ്കാരം കഴിഞ്ഞിട്ട് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ് ഏറ്റവും കരണീയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ നന്ദി ചെയ്യൽ നിർബന്ധമാണല്ലോ. ശുക്റുൽ മുൻഅമി വാജിബുൻ. അനുഗ്രഹം ചെയ്തയാൾക്ക് നന്ദി ചെയ്യൽ നിർബന്ധമാണെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യുന്നതിന്റെ ഭാഗമാണ് നിസ്കാരം എന്നതും. നമുക്ക് ജോലി വേണം, ജീവിക്കണമെങ്കിൽ നമ്മുടെ മൈഷത്തിന് വേണ്ടി നമുക്ക് ജോലി വേണം. ആ ജോലിയിൽ നമുക്ക് ഫ്രീ കിട്ടുന്ന ലഞ്ചിന്റെ ടൈം, ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും. അതേപോലെയുള്ള ടൈമുകളൊക്കെ നമ്മൾ നിസ്കരിക്കാൻ അതിന്റെ പക്കത്തിൽ തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു പ്രയാസഘട്ടത്തിൽ നിസ്കരിക്കാൻ പറ്റിയില്ല എങ്കിൽ, അത് അത്രത്തോളം ബുദ്ധിമുട്ടായ ഘട്ടമാണ് വരുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ആ നിസ്കാരം ഖളാ വീട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യും, ജീവിതത്തിനും എളുപ്പം ഉണ്ടാവും, ജോലിയിലും എളുപ്പം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ നിസ്കരിച്ച് കഴിയുമ്പോ മനസ്സമാധാനം കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? മൈൻഡ് റീഫ്രഷ്മെന്റിന് വേണ്ടി നിസ്കരിച്ചാൽ മതി അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ 5 വഖത്ത് നിസ്കാരത്തെ കുറിച്ചുള്ളത് ഇതാണ്. നിസ്കാരം എന്നുള്ളത് ഒരു മുസ്ലിമായ വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സമയത്തും അത് ഒഴിവാവുന്നില്ല. നിസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ ഒരുപാട് നീണ്ടുപോകും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഒരിക്കലും അവനിൽ നിന്ന് ഒഴിവാകുന്നില്ല. അവന്റെ ആരോഗ്യാവസ്ഥയിലും ആരോഗ്യമില്ലാത്ത അവസ്ഥയിലും കിടന്നും ഇരുന്നും നിസ്കരിക്കുന്ന അവസ്ഥകളെ കുറിച്ച് നമ്മൾ പണ്ഡിതന്മാര് അവരുടെ കിതാബുകളിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊരു മറ്റു സമയത്ത് ഞാൻ മോൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്.